പ്രശസ്തവും പുണ്യപുരാതനവുമായ കേരള ഇക്കോ ടൂറിസത്തിന്റെ കീഴിലുള്ള ജഡായുപ്പാറയിലേക്കുള്ള യാത്രയിലാണ് നമ്മളിപ്പോൾ. പരമ്പരാഗതമായ കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെയുള്ള യാത്രയാണ്. എന്തായാലും നല്ല രസമുണ്ട്. നമുക്ക് മുകളിലേക്ക് പോകാം. മുകളിലേക്ക് വന്നപ്പോൾ വഴി ചെറുതായി വരുന്നുണ്ട്. പാറകൾക്കിടയിലൂടെയൊക്കെ നല്ല രസമുണ്ട്. മുകളിൽ കാണുന്നതാണ് ജഡായുപ്പാറ. ഇവിടുത്തെ ഐതിഹ്യം എന്ന് പറയുന്നത്, പണ്ട് സീതാദേവിയെ രാവണൻ തട്ടിക്കൊണ്ടുപോയപ്പോൾ ജഡായു എന്ന പക്ഷി രാവണനെ തടയുകയും തനിക്ക് കുറുകെ നിന്ന ജഡായുവിനെ രാവണൻ വെട്ടിവീഴ്ത്തുകയും ചെയ്ത സ്ഥലമാണ്. ആ കാണുന്നതാണ് ജഡായുവിന്റെ രൂപം. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഈ ജഡായുവിന്റെ രൂപത്തിനകത്ത് തിയേറ്റർ, ഷോപ്പിംഗ് മോൾ, അതിനേക്കാൾ ഇതിനെ ഏറ്റവും വലിയ എടുത്തുകാട്ടുന്നത് ഇതിന്റെ കണ്ണുകളാണ്. ഇതിന്റെ കണ്ണുകളിൽ ഘടിപ്പിച്ചിരിക്കുന്ന ലെൻസിലും നമുക്ക് കൊല്ലം ബീച്ചും വർക്കല ബീച്ചും കാണാൻ സാധിക്കും. ഈ കാണുന്ന സ്ഥലത്ത് നിർമ്മിക്കുന്നത് ഒരു ആയുർവേദിക് റിസോർട്ടാണ്. ഇതിന്റെ അംബാസിഡർ പ്രശസ്ത സിനിമാ താരം സുരേഷ് ഗോപിയാണ്. ഇവിടേക്കുള്ള യാത്ര നമുക്കൊരു ആവേശം തന്നെയാണ്. എന്തൊരു രസമാണെന്നറിയോ ഓടിക്കേറി വരാൻ. പാറകളിലൂടെയും മലകളിലൂടെയും ചെടികൾക്കിടയിലൂടെയൊക്കെ എന്ത് രസമാണെന്നറിയോ. ഇതാണ് ഇവിടുത്തെ ഹെലിപ്പാഡ്. 2014 അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ച ഹെലിപ്പാഡാണ്. ഒരുപക്ഷെ നമ്മൾ ഈ കാണുന്നതിന്റെ അങ്ങേയറ്റം കടലായിരിക്കാം. കാർമേഘമുള്ളതുകൊണ്ട് നമുക്ക് അവ്യക്തമാണ് ദൃശ്യങ്ങൾ. ജഡായുവിന്റെ തൊട്ടടുത്ത് നിന്നുള്ള ദൃശ്യമാണിത്. ഈ കാണുന്നതാണ് ശ്രീരാമന്റെ കാൽപാദം. ശ്രീരാമന്റെ കാൽപാദം പതിഞ്ഞ സ്ഥലമാണെന്നാണ് പറയപ്പെടുന്നത്. ഇതാണ് ഇവിടുത്തെ ശ്രീരാമന്റെ ക്ഷേത്രം. മനോഹരമായ ദൃശ്യങ്ങളല്ലേ. ഇവിടെ വരുന്നവർക്ക് എന്തായാലും നല്ലൊരു അനുഭൂതി തന്നെയായിരിക്കും ഇത്. മരണവെപ്രാളത്തിൽ ജഡായു തന്റെ ചുണ്ടുകൊണ്ട് കൊത്തിയുണ്ടാക്കിയ കുളമാണ്